ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആശ്രിതർക്കെന്നെന്നും ആലംബമേകിടും അന്തോണീസ് പുണ്യവാനേ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ അത്താണിയാകുപോലെ. ആകുലവേളയിൽ അത്ഭുത ചെയ്തിയ അത്താണിയാകുപോലെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരീ സഹോദരങ്ങളെ, ഇന്ന് പ്രത്യേകമായി വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ഇന്നേ ദിവസം നമ്മൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം വഴി പിതാവായ ദൈവത്തിന് നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നീ വലത്തേക്കോ ഇടത്തേക്കോ തിരിയുമ്പോൾ നിന്റെ കാതുകൾക്ക് പിന്നിൽ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഇതാണ് വഴി, ഇതിലേ പോവുക. സ്നേഹം നിറഞ്ഞവരെ, ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് നഷ്ടങ്ങളിലായിരിക്കുന്ന ആളുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒരുപാട് നഷ്ടങ്ങളിലായിരിക്കുന്ന ആൾക്കാരെ വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കുറേ സാധനങ്ങളുണ്ടാവാം. നഷ്ടപ്പെട്ടു പോയ കുറേ സാധനങ്ങൾ, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ നിങ്ങളുടെ സ്ഥാനങ്ങളായിരിക്കാം. നിങ്ങളുടേതല്ലാത്ത തെറ്റുകൊണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില സ്ഥാനങ്ങൾ നമുക്കുണ്ടാവാം. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ ചില വ്യക്തികളായിരിക്കാം. നമ്മുടെ സ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില വ്യക്തികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ വിശുദ്ധ അന്തോണീസിന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കും. നല്ല ദിശാബോധം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിശാബോധം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കും. ജീവിതത്തിൽ നല്ല ദിശാബോധം ഉണ്ടാകും. മുന്നോട്ട് പോകുവാൻ വേണ്ടി, നല്ല ഒരു പഠന കോഴ്സ് തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, നല്ലൊരു ജോലി സാധ്യത തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന ഒരു സാമ്പത്തിക വരുമാന സ്രോതസ് ഉണ്ടാകാൻ വേണ്ടി നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യശക്തി നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ദൈവവചനത്തിൻ്റെ സ്വരം നിങ്ങളിൽ എന്നും മുഴങ്ങി നിൽക്കട്ടെ. നന്മകൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടി, മുന്നോട്ട് പോകാൻ വേണ്ടി, നല്ല വഴികൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള കൃപ തന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യശക്തി നിങ്ങളോടുകൂടി ഉണ്ടാകും. അനുനിമിഷം എല്ലാ ദിവസവും വിശുദ്ധ അന്തോണീസിൻ്റെ മാധ്യശക്തി നിങ്ങളോടുകൂടി ഉണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില വസ്തുക്കളായിരിക്കാം, ചില വീടുകളായിരിക്കാം, ചില സ്ഥലങ്ങളായിരിക്കാം, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചില സാധനങ്ങളായിരിക്കാം. അതെല്ലാം കാലക്രമത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ. കാലക്രമത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, നഷ്ടപ്പെട്ടു പോയ സ്ഥാനങ്ങളായിരിക്കാം. നിങ്ങളതല്ലാത്ത തെറ്റുകൾ കൊണ്ട് നിങ്ങൾ ആത്മാർത്ഥമായി ജോലി ചെയ്തു, ആത്മാർത്ഥമായി പരിശ്രമിച്ചു, പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ചില സ്ഥാനങ്ങളുണ്ടാവാം. അതെല്ലാം നിങ്ങളിലേക്ക് കാലക്രമത്തിൽ ദൈവം നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. നഷ്ടപ്പെട്ടു പോയ, നിങ്ങളുടെ സ്നേഹത്തിൽ നഷ്ടപ്പെട്ടു പോയ ചില ആളുകളായിരിക്കാം. ചില തെറ്റിദ്ധാരണകൾ കൊണ്ട്, ചില വാക്കുതർക്കങ്ങൾ കൊണ്ട്, ചില സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അവരോട് സഹകരിക്കാത്തത് കൊണ്ട് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനേകം ആളുകളുണ്ടാവാം. നല്ല സുഹൃത്തുക്കളായിരിക്കാം, ബന്ധുജനങ്ങളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയായിരിക്കാം. ഈ വിശുദ്ധന മാധ്യസ്ഥം വഴി ദൈവവചനത്തിൻ്റെ ശക്തിയാൽ അവരെല്ലാം പതുക്കെ പതുക്കെ നിങ്ങളിലേക്കും നിങ്ങൾക്ക് അവരിലേക്കും പോകാനുള്ള കൃപ തന്ന ദൈവം നിങ്ങൾ ഓരോരുത്തരേക്കും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. ഉണ്ണീശോയുടെ സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് ദിശാബോധം തന്ന് അനുഗ്രഹിക്കണമേ.
അവരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ, സ്ഥാനങ്ങൾ, വ്യക്തികൾ തിരിച്ചു നൽകി അവരോരോരുത്തരെയും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി മൗനമായി നമ്മുടെ എല്ലാവിധ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെ സഹായിക്കണമേ, പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ സാമ്പത്തിക ക്രമീകരണം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. സ്നേഹം നിറഞ്ഞവരെ, വചനം പറയുന്നത് പോലെ ദൈവത്തിനൊരു സ്വരം എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ മുഴുകട്ടെ. നന്മകൾ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള നല്ല വഴികൾ തിരഞ്ഞെടുക്കുവാൻ, ദൈവത്തിൻ്റെ ഹിതം അറിയുവാനുള്ള കൃപ തന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണീസിന് പ്രത്യേകമായ സംരക്ഷിക്കുന്ന, ദിശാബോധം നൽകുന്ന മാതൃശക്തി നമ്മളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ നഷ്ടങ്ങളിലെല്ലാം ഈ വിശുദ്ധൻ്റെ പ്രത്യേകമായ മാതൃശക്തി ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളിൽ നിന്ന് മറഞ്ഞിരിക്കില്ല. എപ്പോഴും ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളിലേക്ക് ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പ്രകാശം നിങ്ങളെ സംരക്ഷിക്കും. മുന്നോട്ട് പോകാനുള്ള കൃപ തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പഠനങ്ങളിലായിരിക്കുന്ന ആളുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ ഒരു വിവേകവും ജ്ഞാനവും ബുദ്ധിയും തന്ന് ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മളെ കണ്ണുകളെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ വീഴ്ചയിൽ നിന്നും, ജീവനെ മരണത്തിൽ നിന്നും ദൈവം സംരക്ഷിക്കട്ടെ. നാളെ രാവിലെ 5:30 ഡെയിലി ബ്ലെസ്സിങ്ങിൽ നമുക്കെല്ലാവർക്കും കണ്ടുമുട്ടാം. ദൈവം നമ്മളെ പൊതിഞ്ഞ് സൂക്ഷിക്കട്ടെ. ആമേൻ. ദിവ്യകാരുണ്യത്തിൻ ഭക്തിയിൽ നിത്യവും ജീവിതം ചേർത്തവനേ, നിൻ ദിവ്യകാരുണ്യ ഭക്തിയിൽ ഞങ്ങളെ ചേർത്തു വളർത്തണം.